ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിനെ സത്യം പറഞ്ഞാൽ മറമാടി, അതായത് മാഞ്ചസ്റ്റർ കിത്താങ്കോട്ടയിൽ കളിക്കാൻ വന്ന മാഞ്ചസ്റ്റർ സിറ്റിനെ ശരിക്കും തീർത്ത് വിട്ടിട്ടുണ്ട്. ഈ ജയത്തോടു കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏതോ എന്താണ്ട് 9-ാമതോ 10-ാമതായിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ 5-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. യുണൈറ്റഡ് അവരുടെ പുതിയ കോച്ചായ മൈക്കിൾ കാരിക്, യുണൈറ്റഡിൻ്റെ പഴയ പ്ലെയറാണ്, മൈക്കിൾ കാരിക്കിൻ്റെ കീഴിലാണ് ഇപ്പോൾ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു വ്യത്യാസം അവരുടെ കളിയിൽ കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിനെ നല്ല രീതിയിൽ പൂട്ടി. 68% ബോൾ പൊസിഷനും ഈ കളിയിൽ കീപ്പ് ചെയ്തത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 32% മാത്രമാണ് യുണൈറ്റഡ് കളിച്ച പൊസിഷനുള്ളൂ. എന്നിട്ടും ഒരു 5-6 ഗോൾ വീഴേണ്ട കളിയാണ്. അതായത് 6-0 ശരിക്കും സിറ്റി തോൽക്കേണ്ട കളിയാണത്. നേരിയ വ്യത്യാസത്തിലൊക്കെ 2-3 ഓഫ് സൈഡിലൊക്കെ ഒരു 3 ഗോളോളം യുണൈറ്റഡിന് കൈവിടേണ്ടി വന്നിട്ടുണ്ട്. 2-0. അതേപോലെ അമാദ് ലാസ്റ്റ് ബാർമല പോസ്റ്റ് തട്ടി ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും അൺലക്കിയായിരുന്നു യുണൈറ്റഡിന്. ശരിക്കും ഒരു 6-0 ശരിക്കും സിറ്റി തോൽക്കേണ്ട കളിയായിരുന്നത്. അതായത് ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും സിറ്റിക്ക് ഈ മത്സരത്തിൽ നേടാനായിട്ടില്ല. ഷോട്ട്സ് ഉണ്ട്, ഒരു 5-8 ഷോട്ട് ഉണ്ട്, പക്ഷേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഒറ്റെണ്ണം പോലില്ല. യുണൈറ്റഡിന് 10-12-13 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ യുണൈറ്റഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിനിട്ട് പൂട്ടി. ഹാളണ്ട് മികച്ച പ്ലെയേഴ്സ് ഉണ്ടായിട്ട് പോലും ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലില്ല. പഴുതടച്ചുള്ള കളി തന്നെയായിരുന്നു. അപ്പോൾ അത് പുതിയൊരു കോച്ച് വന്നതിൻ്റെ ഒരു മികവ് തന്നെയാണ്. അത് കളിയിൽ കാണാനുണ്ട്. പിന്നെ നമുക്ക് വരെ പുകഴ്ത്താനായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കളി കഴിയണം, എന്നാലോ ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് അറിയുള്ളൂ. എന്തായാലും യുണൈറ്റഡ് ജയിച്ചോടുകൂടി സിറ്റിക്ക് ആഴ്സണലിനായിട്ടുള്ള പോയിന്റ് വ്യത്യാസം 7ആയി. 43 പോയിൻറ്റോടെ 2-ാമതാണ് സിറ്റി. പക്ഷേ ഇത് ജയിച്ച് കഴിഞ്ഞപ്പോൾ യുണൈറ്റഡ് 10-ാം സ്ഥാനത്ത് 9-ാം സ്ഥാനത്തായിരുന്ന യുണൈറ്റഡാണ് ഇപ്പോൾ 5-ാം സ്ഥാനത്തേക്ക് മുന്നേറിയിട്ടുണ്ട്. എന്തായാലും ഗംഭീര കളിയായിരുന്നു. യുണൈറ്റഡ് ചെകുത്താന്മാർ തന്നെ.